ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അമൃതം പൊടി യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് അമൃതം പൊടി. ഇതിൽ ഗോതമ്പ്, കടലപ്പരിപ്പ്, നിലക്കടല, സോയ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് നമുക്ക് 1/2 കപ്പ് അമൃതം പൊടി എടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഗരം മസാല 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് കട്ടിയുള്ള ബാറ്ററായിട്ടാണ് ഉണ്ടാവേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞത് ചേർക്കാം. സവാള നീളത്തിൽ അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാബേജ് അരിഞ്ഞത് ചേർക്കാം. 1/4 കപ്പ് കാബേജാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും 1/4 കപ്പ് എടുക്കാം. പൊട്ടാറ്റോ ഗ്രേറ്റ് ചെയ്തതും 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല കട്ടിയായിട്ട് വേണം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വെള്ളം അധികമാവാതെ നോക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. ഇതിൽ നിന്നും കുറച്ചായിട്ട് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു കട്ട്ലറ്റിന് ഷേപ്പിലാക്കിയിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഒരു സൈഡ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കൊന്ന് മറിച്ചിടാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. അരിപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിരിക്കുന്നത്. അമൃതം പൊടിക്ക് ചെറിയൊരു മധുരം ഉണ്ടാവും. എന്നാൽ ഈ മധുരവും എരിവും ഒക്കെ കൂടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. പിന്നെ പച്ചക്കറിയൊന്നും കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ ഇതുപോലത്തെ വെജിറ്റബിൾസ് ഒക്കെ ഇതിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ നല്ലതായിരിക്കും. ക്യാരറ്റ്, കാബേജ്, പൊട്ടാറ്റോ ഒക്കെ യൂസ് ചെയ്തിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. പിന്നെ അമൃതം പൊടി വെച്ചിട്ട് നമുക്ക് ധാരാളം സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.